സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയും നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയും കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയും നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ചൂടേറിയ ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ നാം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അനുഭവിക്കുന്നത്. ഈ ചൂടേറിയ കാലാവസ്ഥയിൽ ചില പ്രദേശങ്ങളിൽ 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. മാത്രവുമല്ല, ഒരു 11 മണിക്ക് ശേഷം നേരിട്ടുള്ളതായ സൂര്യപ്രകാശത്തിൽ ദീർഘസമയം നാം വരാതെ നോക്കേണ്ടതും ആവശ്യമാണ്. അത്രമാത്രം ചൂടേറിയ ഒരു കാലാവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവർക്കുമൊക്കെ ഈ ചൂടേറിയ കാലാവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നതിൽ തെല്ലും സംശയമില്ല. എന്നാൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്നും എത്രയും വേഗം ഈ വലിയ ചൂടിന് ഒരു ശമനം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വടക്കൻ സൈഡിൽ, പ്രത്യേകിച്ച് മരുഭൂമിയുടെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ എത്രമാത്രം കഠിനതരമായ ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഒരിക്കൽ രാജസ്ഥാനിൽ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് പഞ്ചാബിനോടടുത്തുള്ളതായ സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്തത്. ആ സമയത്ത് അതിതീക്ഷ്ണമായ ചൂടാണ് അനുഭവപ്പെട്ടത്. തീക്കാറ്റാണ് വാസ്തവത്തിൽ വാഹനത്തിനുള്ളിലേക്ക് അടിച്ചു കയറുന്നത്. അങ്ങനെ ചൂട് വളരെ വർദ്ധിച്ചതായ ഒരു സമയത്ത് ആ പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചതായ ഒരു കാര്യം, ചെറിയ സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോയി എന്നുള്ളതാണ്. ചെറിയ പുൽച്ചെടികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. ഇടത്തരം സസ്യങ്ങളും വലിയ വൃക്ഷങ്ങളും മാത്രമാണ് ഉണങ്ങാതെ അവശേഷിച്ചത്. ഈ ചൂടേറിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു സമയം തന്നെയാണ്. വിവിധ തരത്തിലുള്ളതായ പകർച്ചവ്യാധികൾ പടരുന്നതായ ഒരു സമയം കൂടെയാണല്ലോ ഈ ചൂടേറിയ കാലാവസ്ഥ. വാസ്തവത്തിൽ ദൈവവചനം നമ്മുടെ ജീവിതയാത്രയെ വിശേഷിപ്പിക്കുന്നത് ഒരു മരുഭൂയാത്രയായിട്ടാണ്. കാരണം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെയാണല്ലോ യാത്ര ചെയ്ത് കനാൻ നാട്ടിലേക്ക് മടങ്ങി വന്നത്. അതുകൊണ്ട് ഒരു മരുഭൂയാത്രയോട് ഉപമിച്ചാണ് നമ്മുടെ ജീവിതയാത്രയെ സംബന്ധിച്ച് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരുമോ അതെല്ലാം നമ്മുടെ ജീവിതയാത്രയിലും നാം അനുഭവിക്കേണ്ടതായി വരാം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ഈ മരുഭൂയാത്രയുടെ ഒരുപാട് ദുരനുഭവങ്ങൾ നാം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചൂടേറിയ മരുഭൂയാത്രയിൽ സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നോക്ക്, എത്ര കൃത്യമായി പ്രവാചകനായ യിരെമ്യാവ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതിങ്ങനെയാണ്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അങ്ങനെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്
യിരെമ്യാപ്രവചനം 17-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തി, വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന, ആറ്റരികിൽ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെയാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം അതിൻ്റെ വേരുകൾ വളരെ ബലവത്തായിട്ടുള്ളതാണ്. ആ വേരുകളാണ് വെള്ളം വലിച്ചെടുത്ത് ഈ വൃക്ഷത്തെ നേരെ നിൽക്കുവാൻ സഹായിക്കുന്നത്. സസ്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 2 തരത്തിലുള്ളതായ വേര് പടലമാണ് അവയ്ക്കുള്ളത്. ഒന്നുകിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം, അതായത് തായ് വേര് പടലം. രണ്ടാമത്തേത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അതായത് നാരുവേര് പടലം. വലിയ വലിയ വൃക്ഷങ്ങൾക്കെല്ലാം തായ് വേരാണുള്ളത്. അത് വളരെ ആഴത്തിലേക്ക് വളർന്നിറങ്ങിപ്പോകുന്നതാണ്. അതിൻ്റെ വളർച്ചയെ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്നാണ് സസ്യശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളം എവിടെയുണ്ടോ അവിടേക്ക് അത് വളർന്നിറങ്ങിച്ചെല്ലുന്നു. അതുകൊണ്ട് അതിനെ പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക് എന്നും ശാസ്ത്രം വിശേഷിപ്പിക്കുന്നു. ഇത് വളരെ വലിയ വൃക്ഷങ്ങളിൽ കാണുന്നതായ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ, നാരുവേര് പടലമാണെങ്കിൽ, അത് പുറമേയുള്ള ആ മണ്ണിൽ മാത്രം കാണുന്ന ചെറിയ ചെറിയ പുൽച്ചെടികൾക്കും അങ്ങനെയുള്ള ചെറിയ സസ്യങ്ങൾക്കും മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ്. അതിൻ്റെ വേരെന്ന് പറയുന്നത് തായ്വേരല്ല, നാരുവേരുകളാണ്. മണ്ണിൻ്റെ ഉപരിഭാഗത്തുള്ള ജലാംശം മാത്രമാണത് സ്വീകരിക്കുന്നത്. ആ സസ്യങ്ങൾ വളരെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന സസ്യങ്ങളാണ്. എല്ലാ ദിവസവും അതിന് വെള്ളം കിട്ടിയില്ല എങ്കിൽ അത് ഉണങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വിശേഷിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും 1-ാം സങ്കീർത്തനത്തിലും യിരെമ്യാപ്രവചനം 17-ാം അധ്യായത്തിലും നാം കാണുന്ന ആ ദൈവമക്കളെ സംബന്ധിച്ച് പറയുന്നത്, അവർ വലിയ വൃക്ഷം പോലെയാണ്. കേവലം നാരുവേര് പടലമുള്ള ചെറിയ പുൽച്ചെടികൾ പോലെ അല്ല അങ്ങനെയുള്ളവർ. പ്രത്യുത വലിയ വൃക്ഷമാണ്, വലിയ തായ്വേരുകളുള്ള വലിയ വൃക്ഷമാണ്. ആ തായ്വേരുകൾ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നു എന്ന് മാത്രമല്ല, ആ വേരുകൾ ആറ്റിനരികത്തേക്ക് വളർന്നിറങ്ങിച്ചെല്ലുന്നു, അതിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു. അങ്ങനെ വരൾച്ചയുള്ള കാലത്തും ഉഷ്ണം തട്ടാതെ ആ സസ്യങ്ങൾ പച്ചയായിരിക്കുന്ന അനുഭവമുണ്ടാകുന്നു. ഉഷ്ണകാലത്തും അത് ഫലം പുറപ്പെടുവിക്കുന്നു. നോക്ക്, എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമുക്ക് നൽകുന്നതായ സൂചന. യിരെമ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നതായ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല എന്നുള്ളതാണ്. ഇതേറെ ശ്രദ്ധേയമാണ്. ഈ മരുഭൂയാത്രയിൽ പലപ്പോഴും ഉഷ്ണക്കാറ്റുകൾ നമുക്കെതിരായി വരാം. നമ്മുടെ ജീവിതത്തെ ഉണക്കിക്കളയുന്ന, നമ്മുടെ ജീവിതത്തെ കരിച്ചു കളയുന്ന, മുരടിപ്പിച്ച് കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കെതിരായി വന്നെന്നിരിക്കാം. പക്ഷേ ദൈവവചനം പറയുന്നത് എന്താണ്? ദൈവമക്കൾ ഈ ഉഷ്ണക്കാറ്റിലും പേടിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവദാസനായിരുന്ന JV പീറ്റർ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായൊരു പാട്ടാണല്ലോ നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേദനകളിൽ എന്നുള്ളതായ ഗാനം. അതിലെ ഒരു സ്റ്റാൻസ ഇങ്ങനെയാണ്: ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയതായ ഈ മരുഭൂയാത്രയിൽ ദാഹം നിമിത്തം എൻ്റെ നാവ് വല്ലാതെ വരളുന്നതായ സമയത്ത് ഹാഗാറിൻ്റെ കരച്ചിൽ കേട്ട് മരുഭൂമിയിൽ നീരുറവിനെ നൽകിക്കൊടുത്ത് ജീവൻ നിലനിർത്തിയ വലിയവനായ ദൈവം നമ്മുടെ കരച്ചിലിന് മറുപടി നൽകുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്, നമുക്ക് ജീവജലം നൽകുന്നവനാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ്. വരൾച്ചയുടെ മുഖത്ത് പതറിപ്പോകാതെ, ഉണങ്ങിപ്പോകാതെ, മുരടിച്ചു പോകാതെ നമ്മെ നേരെ നിർത്തുന്ന പച്ചയായ തഴച്ച അനുഭവം നമുക്ക് നൽകുന്ന വലിയവനായ ദൈവം എത്രയോ അനുഗ്രഹകരമായി നമ്മെ പോറ്റി പുലർത്തുന്നു. യിരെമ്യാപ്രവാചകൻ പറയുന്നത് അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണിത്. വളരെയധികം വിവരിക്കേണ്ടുന്നതായ വാക്കുകളാണ്. പക്ഷേ സമയം നമ്മുടെ മുൻപാകെ അധികം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും പച്ചയായ തഴച്ച അനുഭവമുള്ള ദൈവമക്കളെ സംബന്ധിച്ചാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. മരുഭൂമിയുടെ ചൂടേറിയ അനുഭവം പോലെ പലപ്പോഴും ജീവിതത്തിൽ
വല്ലാത്ത പ്രയാസങ്ങളും നിരാശകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിലും വരൾച്ച തട്ടാതെ, ഉഷ്ണം തട്ടാതെ, പച്ചയായ അനുഭവത്തിൽ നമ്മെ നിലനിർത്തുന്ന, മറ്റുള്ളവരുടെ മുൻപാകെ ശോഭിക്കുന്ന അനുഭവമുണ്ടാക്കുന്ന, എപ്പോഴും സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ, ദുഃഖത്തിൻ്റെ മധ്യത്തിലും പാട്ടുപാടുവാൻ നമുക്ക് സാധിക്കുന്ന അനുഗ്രഹകരമായ അനുഭവത്തിൽ നമ്മെ നയിക്കുന്ന വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ദിവസം ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ ചൂടേറിയതായ കാലാവസ്ഥയിൽ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ കാലാവസ്ഥ ആർക്കും പ്രയാസമുണ്ടാക്കാതെ വണ്ണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുടെ പ്രായമുള്ളവർക്കോ മറ്റുള്ളവർക്കോ ഒന്നും യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കാലാവസ്ഥയെ മാറ്റിത്തന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമി യാത്രയിൽ ഞങ്ങൾ വാടിപ്പോകാതെ, തളർന്നു പോകാതെ, ഉഷ്ണം തട്ടാതെ ഞങ്ങളെ നേരെ നിർത്തുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനമാകുന്ന ജീവജലത്തിൻ്റെ അരികിൽ ഞങ്ങളെ നട്ടിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ജീവജലം ഞങ്ങൾക്ക് നൽകുന്ന തളിർപ്പിനായി, പച്ചപ്പിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന ഉഷ്ണക്കാറ്റുകൾ ഞങ്ങളെ തളർത്തിക്കളയാതെ ഞങ്ങളെ നേരെ നിർത്തുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി അവർക്ക് നൽകി അവരെ സഹായിക്കണമേ. വരൾച്ചയുള്ള കാലത്തും പച്ചയായിരിക്കുന്ന അനുഭവം അവർക്ക് നൽകി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എണ്ണാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും.